ഇന്ന് 2026 മാർച്ച് മാസം 6 നമ്മുടെ നോൻപ് കാല ചിന്തകളുടെ 17 ഭാഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ധ്യാനത്തിൽ, ഈ വീഡിയോയിൽ ഒരു ചോദ്യം ഉന്നയിക്കുക എന്നാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. സംബന്ധമായ ചിന്തകൾ അതിനോടനുബന്ധിച്ച് നമുക്ക് പങ്കിടുവാനിടയാകട്ടെ. ചോദ്യം എന്താണ്? ഞാനതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ചോദ്യം ഇവിടെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭിക്കുന്നതിന് മുൻപായി അതിൻ്റെ തയ്യാറെടുപ്പെന്നോണം മണലാരണ്യത്തിൽ പോയി ദൈവവുമായി ധ്യാനനിരതനായി കഴിഞ്ഞു. 40 ദിവസം അങ്ങനെയായിരുന്നു എന്ന് ഇത് സംബന്ധമായ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതിനോട് തുടർച്ചയായിട്ടുള്ള ചിന്തകളാണ്. അപ്പോൾ ഒരു ചോദ്യം ഇപ്രകാരമാണ്: വൈ did Jesus go to the wilderness? Do we have to go to the wilderness to be with the living God? ജീവിക്കുന്ന ദൈവത്തോട് ആയിത്തീരുവാൻ നാം മണലാരണ്യത്തിലേക്ക് പോകണമോ? അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് നമ്മുടെ അന്വേഷണം. അപ്പോൾ യേശു മണലാരണ്യത്തിലേക്ക് പോയത് ഒരു ടൂറിസം പോലെ ആയിരുന്നില്ല. അത് ഒരു ആത്മീക പ്രത്യേകതയുള്ള അനിവാര്യമായ അനുഭവം ആയിരുന്നു എന്നത് വിശ്വസനീയമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ നാം മണലാരണ്യത്തെ പറ്റി ഓർക്കുമ്പോൾ, കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഒരു വശം മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. നാം മണലാരണ്യത്തെ പറ്റി ഓർക്കുമ്പോൾ ബിഷപ്പിനെ പറ്റി ഓർക്കുന്നു എന്ന് അവിടെ പറഞ്ഞു. അതിനെപ്പറ്റി ഞാൻ കൂടുതലായി ഒന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല. എന്നാൽ 2 കാര്യങ്ങൾ കൂടെ നാം ഇതിനോടനുബന്ധമായി ഓർക്കുന്നത് ഈ വീഡിയോയുടെ ചിന്തകൾക്ക് പ്രയോജനമാകയാൽ ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മണലാരണ്യത്തിൽ മനുഷ്യ സങ്കല്പിതമായ, മനുഷ്യർ കാലാകാലങ്ങളിൽ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ള മുൻഗണനകളും അനുമാനങ്ങളും സങ്കല്പങ്ങളും അപ്രസക്തമാണ്. മണലാരണ്യത്തിൽ പോയാൽ അവിടെ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ, എൻ്റെ പ്രതീക്ഷകൾ ഇങ്ങനെയാണ് എന്നൊന്നും ചിന്തിക്കാൻ സാധ്യമല്ല. എന്ത് സംഭവിക്കാം. അപ്പോൾ തുറന്ന മനസ്സോടുകൂടെ മാത്രമേ നമുക്ക് ഈ മണലാരണ്യത്തിലായിരിക്കാൻ സാധിക്കൂ. എന്നാൽ നമ്മൾ പരിഷ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രത്യാശകളും കണക്കൂട്ടലും ഒക്കെ ഉണ്ട്. അല്പം തെറ്റിയാൽ നമുക്ക് കോപം വരും, പരാതി ഉണ്ടാകും. മണലാരണ്യത്തിൽ പരാതിപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. അതിൻ്റെ കാര്യം മനുഷ്യ സംബന്ധമായ ഒരു മുൻ സങ്കല്പങ്ങളും അവിടെ പ്രസക്തമല്ല എന്നതുകൊണ്ടാണ്. അവിടെ പോയാൽ ഒരു പക്ഷേ ദാഹം കൊണ്ട് മരിച്ചു വന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വന്യമൃഗങ്ങൾ, അവിടെയുള്ള മൃഗങ്ങൾ, പാമ്പായാലും മറ്റ് മൃഗങ്ങളായാലും കടിച്ചു കൊന്നിരിക്കും. അല്ല, അവിടെ പോയാൽ ഒരു വലിയ ആന്തരികമായ വെളിച്ചം പ്രാപിപ്പാനിടയാകും, കൂടുതൽ ദൈവസന്നിധിയിലായിരിക്കാനിടയാകും. ഇങ്ങനെ പല സാധ്യതകളുടെ എന്തായിത്തീരുമെന്ന് നമുക്ക് മുന്നമേ നിശ്ചയിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുടെ പേരാണ് ഈ മണലാരണ്യം, വിൽഡർനെസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കും. മൂന്നാമതായിട്ട് അവിടെയുള്ളൊരു വലിയ ഗുണം, പരിഷ്കൃത ലോകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ശബ്ദ കോലാഹലങ്ങളില്ല, നോ നോയ്സ് പൊല്യൂഷൻ. നമുക്കറിയാം, ഈ നമ്മുടെ നാം വസിക്കുന്ന ലോകത്തിൽ ശബ്ദമുഖരിതമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ശബ്ദം 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 മാത്രം. അതുകൊണ്ട് നമ്മുടെ ഉള്ളെപ്പോഴും ഈ ബാഹ്യലോകത്തിൻ്റെ പ്രഹരം ഏറ്റുകൊണ്ടാണ് കഴിയുന്നത്. തൽഫലമായി ഉള്ളു സ്വച്ഛമാകുന്ന അവസ്ഥ വളരെ വിരളമാണ്. അതിനുവേണ്ടി പ്രത്യേകമായി ശ്രമിച്ചെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരവസ്ഥയിലായിത്തീരുവാൻ സാധ്യമാകുള്ളൂ. അതേസമയം മണലാരണ്യത്തിൽ പോയാൽ അങ്ങനെ ഈ നോയിസ് പൊല്യൂഷൻ്റെ പ്രശ്നം അവിടെ ഇല്ല എന്നത് വളരെ ആശ്വാസജനകമാണ്. അപ്പോൾ ലോകം ഈ ശബ്ദം കൊണ്ട് എപ്പോഴും ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് നമ്മെ അലട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ മണലാരണ്യം ഈ താരതമ്യേന ശബ്ദരഹിതവും അല്ലെങ്കിൽ നിശബ്ദവും
ആന്തരികമായ ശാലീനത പ്രാപിക്കുവാൻ സഹായകരവുമാണ്. അപ്പോൾ എന്നാൽ നമ്മൾ പ്രത്യേകമായി തിരിച്ചറിയേണ്ടത്, മനുഷ്യൻ്റെ ഈ പരിഷ്കൃത ലോകത്തിൽ, പ്രത്യേകിച്ച് അവിടെ സ്ഥിതി ചെയ്യുന്ന മതം സംബന്ധമായി ചിന്തിക്കുമ്പോൾ, അവിടെയുള്ള ഏറ്റവും വലിയ ശബ്ദകോലാഹലം ദൈവത്തെ പറ്റിയാണ്. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ദൈവത്തെ പറ്റിയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കിയിട്ടുള്ളത്, പരസ്പരം വഴക്കുണ്ടാക്കിയിട്ടുള്ളത്, ശണ്ട കൂടിയിട്ടുള്ളത്, യുദ്ധം ചെയ്തിട്ടുള്ളത്, രക്തം ചൊരിഞ്ഞിട്ടുള്ളത്, സമാധാനം കെടുത്തിയിട്ടുള്ളത് ദൈവത്തെ പറ്റിയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം സങ്കീർത്തനത്തിൽ പറയുന്നത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നത് ദൈവത്തെ പറ്റിയാണ്. ദൈവത്തെപ്പറ്റി എട്ടും പൊട്ടും അറിയാൻ മേത്തവരാണ് കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കി. അപ്പോൾ നാം വസിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യന് ഏറ്റവും ശല്യം ചെയ്യുന്നത് ദൈവത്തെ പറ്റിയുള്ള അടിസ്ഥാനരഹിതമായ സങ്കല്പങ്ങളും ആ സങ്കല്പങ്ങളെ ആശ്രയിച്ച് മനുഷ്യ കൂടുന്ന ശണ്ടകളുമാണ് എന്ന് തിരിച്ചറിയേണ്ട ഒരാവശ്യമുണ്ട്. ഇതിലേതെങ്കിലും ദൈവസങ്കല്പം യഥാർത്ഥത്തിൽ സത്യമാണോ എന്ന് നിശ്ചയിക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ എല്ലാ മതങ്ങളും പറയുന്നത് ഞങ്ങളുടെ സങ്കല്പങ്ങൾ മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം പൊട്ടത്തരമാണ്, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം, ദൈവം ഞങ്ങളോട് അങ്ങ് അടുത്ത് നിൽക്കുന്നു, ഞങ്ങൾക്ക് മാത്രമേ ദൈവമെല്ലാം വെളിപ്പെടുത്തി തരത്തുള്ളൂ, ബാക്കിയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും വെളിച്ചം നൽകിയാൽ ആ ദൈവം ദൈവമല്ല, പിശാചാണ് എന്ന് വിശ്വസിക്കാനുള്ള ഒരു നിർബന്ധം എല്ലാ മതങ്ങളും അവിടെ അനുയായികളിൽ കുത്തിച്ചെലുത്തുന്നുണ്ട് എന്നത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ലോകത്തിൽ മതപരമായ ശണ്ടകൾ, പ്രശ്നങ്ങൾ, കോലാഹലങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചാൽ, അതിൻ്റെ ചരിത്രം ഒന്ന് പഠിച്ചാൽ നമുക്ക് വളരെ അനായാസമായി തിരിച്ചറിയാവുന്ന ഒരു യാഥാർത്ഥ്യം, ഈ ലോകത്തിലുണ്ടായിട്ടുള്ള മതപരമായ എല്ലാ പ്രശ്നങ്ങളും, വഴക്കുകളും, രക്തച്ചൊരിച്ചിലും, യുദ്ധവും, നാശനഷ്ടങ്ങളും, പൈശാചികമായ പ്രവൃത്തികളുമെല്ലാം ദൈവത്തെ പറ്റിയുള്ള പൈശാചികമായ ധാരണ മനുഷ്യർ വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ് അങ്ങനെ ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമുക്കത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. സ്പെൻസർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ പ്രിഫേസ് ടു ഡിസ്കോഴ്സ് കൺസേണിങ് പ്രൊഡിജീസ് എന്ന പുസ്തകം, പ്രിഫേസ് ടു ഡിസ്കോഴ്സ് കൺസേണിങ് പ്രൊഡിജീസ്, അതിനകത്ത് ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അവിടെ ഒരു റോമൻ പടയാളി ഈജിപ്തിൽ വെച്ച്, നമുക്കറിയാം ഒരു കാലത്ത് റോമൻ സാമ്രാജ്യം ലോകത്തെങ്കാടും വ്യാപരിച്ചു കിടന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം പോലെ സൂര്യൻ അസ്തമിക്കാത്ത വിധത്തിൽ റോമൻ സാമ്രാജ്യം ഇങ്ങനെ പടർന്ന് കിടന്നിരുന്നു. അപ്പോൾ അവിടെ ഈജിപ്തിലായിരുന്ന ഒരു റോമൻ പടയാളി ഒരു പൂച്ചയെ കൊന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈജിപ്തുകാർക്ക് പൂച്ച ദൈവമായിരുന്നു, പൂച്ചയും ദൈവമായിരുന്നു. പൂച്ച മാത്രമല്ല, കാളയും, ബൈ ദ വേ, കാളയും അവർക്ക് ദൈവമായിരുന്നു. അതുകൊണ്ടാണ് അഹരോനോട് ജനം അവർക്കൊരു ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആരാണ് ഉണ്ടാക്കിയ ദൈവം കാളക്കുട്ടിയുടെ സ്വഭാവമായിരുന്നു പറഞ്ഞാൽ, ഈജിപ്തിൽ ജനം കാളയെയും ദൈവമായി അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പൂച്ചയെയും വെറുതെ വിട്ടില്ല. അപ്പോൾ ഈ റോമൻ പടയാളി ഈജിപ്തിൽ വെച്ച് കൊന്ന പൂച്ച ദൈവത്തിൻ്റെ സ്ഥാനമുള്ളതായിരുന്നതുകൊണ്ട് അവിടെ വലിയ പ്രശ്നമുണ്ടായി. അവിടുത്തെ ജനം മുഴുവനും അയാൾക്കെതിരെ തിരിഞ്ഞ് അയാളെ തല്ലിക്കൊന്നു. ഇത് മനസ്സിലാക്കുക. അപ്പോൾ പൂച്ചയെ കൊല്ലാതെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഈജിപ്തിലാണെങ്കിൽ പൂച്ചയെ കണ്ടാൽ വണങ്ങുക. നമുക്ക് ഇതിനോട് സമമായി ഇന്ത്യയിലെ ഒരു സംഭവം ഒന്ന് ഓർത്തെടുക്കാം. 2015 നമുക്ക് ഏവർക്കും ഓർമ്മയുള്ള സംഭവമാണിത്. സെപ്റ്റംബർ 28 മുഹമ്മദ് അഖ്ലഖ് സൈഫി എന്ന് പറയുന്ന ഒരു മുസ്ലിം മനുഷ്യൻ, അദ്ദേഹം താമസിച്ച ദാദ്രി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ 22 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഡാനിഷ് എന്ന് പറഞ്ഞ യുവാവ്, അഖ്ലഖിന് അന്ന് 56 വയസ്സാണ്, പുത്രനായ ഡാനിഷിന് 22 വയസ്സാണ്. ഇവർ രണ്ടുപേരെയും അർദ്ധരാത്രിയിൽ ഒരു വലിയ ആൾക്കൂട്ടം വന്ന് ആക്രമിച്ച് അഖ്ലഖിനെ കൊല്ലുകയും ഡാനിഷിനെ വളരെ കാര്യമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. കാര്യം എന്താണ്? അവരുടെ വീട്ടിൽ അവർ പശുവിൻ്റെ മാംസം സൂക്ഷിച്ചിരുന്നു എന്നൊരു ശ്രുതി പരന്നു. അതിന് യാതൊരു അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല.
പിന്നെ അന്വേഷിച്ച് വന്നപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ അക്ലക്ക് കൊല്ലപ്പെട്ടു. അക്ലക്കിൻ്റെ മകനായ ദാനീഷിന് കിട്ടി, അവർ കിട്ടി. ഇതാണ് മതം കൊണ്ട്. അപ്പോൾ പശുവിനെ മതമാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുമോ? ഇനിയും അത് വേണ്ട, നമുക്കിനി കത്തോലിക്കരും മറ്റുള്ള ക്രിസ്ത്യാനികളും തമ്മിലുള്ള സ്നേഹബന്ധം ഒന്ന് പരിശോധിച്ചാൽ ഇത് വളരെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. യൂറോപ്പ് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കത്തോലിക്കരും നവീകരിക്കപ്പെട്ട ക്രിസ്തീയ സഭകളും തമ്മിലുള്ള യുദ്ധം. എത്രയോ വർഷങ്ങൾ, എത്രയോ നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നു. എത്രയോ ലക്ഷം പേര് കൊല്ലപ്പെട്ടു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം 1215 4ാമത് ലാറ്ററൻ കൗൺസിൽ വെച്ചാണ് ഈ പുരോഹിതൻ പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ട് അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായി ആക്ഷരികമായി രൂപാന്തരപ്പെടുന്നു എന്ന വിശ്വാസ പ്രമാണം ഈ കത്തോലിക്ക സഭ കണ്ടുപിടിക്കുന്നത്. ഇത് കത്തോലിക്കർക്ക് പൊതുവെ അറിയാവുന്നതാണ് ഞാൻ കരുതുന്നത്. 1215 4th ലാറ്ററൻ കൗൺസിലാണ് ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു വിശ്വാസ പ്രമാണം, അതായത് ആരാധനാമധ്യേ പുരോഹിതൻ എടുക്കുന്ന അപ്പവും വീഞ്ഞും ആക്ഷരികമായി യേശുവിൻ്റെ ശരീരരക്തങ്ങളായി രൂപാന്തരപ്പെടുന്നു. ഇത് മറ്റ് സഭകൾ അംഗീകരിക്കുന്നില്ല, പ്രൊട്ടസ്റ്റന്റ് സഭകൾ അംഗീകരിക്കുന്നില്ല. ഇതാണ് ഇവർ തമ്മിലുള്ള രക്തച്ചൊരിച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് മണ്ണ് കപ്പണ്ടേ. അപ്പോൾ നാം മതത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ മണ്ടത്തരം മുഴുവനും കൊണ്ട് വെക്കുന്നത് ദൈവത്തിൻ്റെ തലയിലാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ലാറ്റിൻ കവിയായ ഹൊറേസ് HORACE പറയുന്നത്, ബിഫോർ മാൻ സ്റ്റുപ്പിഡിറ്റി ഈവൻ ദ ഗോഡ്സ് ആർ ഹെൽപ്ലെസ്. മനുഷ്യൻ്റെ ഈ മൊണ്ണത്തരത്തിന് മുൻപിൽ ദൈവങ്ങൾ പോലും നിസ്സഹായരാണ് എന്ന് മഹാകവിയായ ഹൊറേസ് പറയുന്നത് ഈ തരുണത്തിൽ സ്മര്യമാണ്. അപ്പോൾ നമുക്ക് ഇനിയും ദൈവത്തെപ്പറ്റി നമ്മളുള്ള സങ്കല്പങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ഒന്ന് പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോകുന്ന പോലെ മാത്രമേ നമുക്കുള്ള കാര്യങ്ങൾ പരിഗണിക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പം നാം ദൈവത്തെ എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്ത, ലോകത്തെയും പ്രപഞ്ചത്തെയും അണ്ടകടാഹത്തെയും മുഴുവൻ സൃഷ്ടിച്ച ദൈവം. പക്ഷേ ആ ദൈവം മുസ്ലിമിനെ സൃഷ്ടിച്ചോ, ഹിന്ദുവിനെ സൃഷ്ടിച്ചോ, സിഖ് മതക്കാരെ സൃഷ്ടിച്ചോ, അവിശ്വാസികളെ സൃഷ്ടിച്ചോ, അത് സമ്മതിക്കാൻ പ്രയാസമാണ്. ഞങ്ങളെ മാത്രം സൃഷ്ടിച്ച ദൈവം, ബാക്കിയുള്ളവരോട് പോയി അത് ഞങ്ങൾക്കറിയട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ദൈവം സർവ്വവ്യാപിയാണ് എല്ലായിടത്തും. പക്ഷേ ദൈവം ഞങ്ങളുടെ പള്ളിയിൽ മാത്രമാണ്. ക്രിസ്ത്യാനികളുടെ പള്ളിയെന്ന് പോലും പറയാനൊക്കത്തില്ല. ഇപ്പം മാർത്തമാക്കാരൻ പറയും എൻ്റെ പള്ളിയിൽ മാത്രമാണ് ദൈവം, സീസക്കാരൻ പറയുമ്പോൾ ഞങ്ങളുടെ പള്ളി. പിന്നെ പാസ്റ്ററോട് ചോദിച്ചാൽ, പ്രത്യേകിച്ച് സെൻട്രൽ പാസ്റ്ററോട് ചോദിച്ചാൽ പോയി എൻ്റെ പോക്കറ്റിലാണ് ദൈവം കിടക്കുന്നത് അദ്ദേഹം പറഞ്ഞു. ഇതാണ് നമ്മുടെ പരിപാടി. പിന്നെ ദൈവം സർവ്വശക്തിവാനാണ്. പക്ഷേ ആ ദൈവത്തിന് എൻ്റെ സ്വഭാവം മാറ്റാനൊക്കത്തില്ല, ബാക്കി എല്ലാവർക്കും. പക്ഷെ എൻ്റെ സ്വഭാവം പട്ടിയുടെ പാല് പോലാണ്. അതൊന്ന് നോർത്താൻ ശക്തിയുള്ള ഒരു ദൈവവും ഇന്നുവരെ പിറന്നിട്ടില്ല. ഇന്നാണ് ക്രിസ്ത്യാനിയുടെ അവസ്ഥ. നമുക്കറിയാം, ദൈവത്തെ എൻ്റെ രക്ഷിതാവ്, എൻ്റെ കർത്താവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കളയും. പക്ഷേ എൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് ഇച്ചിരി സന്തോഷം വരത്തുള്ളൂ. എന്നാൽ മാത്രമേ എൻ്റെ ചട്ടക്കൂടിനകത്ത് ഈ ദൈവത്തിന് നിൽക്കാൻ ഞാൻ സ്ഥലം കൊടുക്കത്തുള്ളൂ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ നമുക്കറിയാം, സ്നേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റാരും ഇടനിലക്കാരായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു യുവാവ് ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നു, അതിനകത്ത് ഇടനിലക്കാരെ വെക്കുമോ? എനിക്ക് നിന്നോട് സ്നേഹമാണ് എന്ന് അറിയിക്കാനായിട്ട് മൂന്നാമതൊരുത്തരെ പറഞ്ഞു വിടുമോ എന്ന് പറഞ്ഞതുപോലെ പിന്നെ എങ്ങനെയാണ് ദൈവം സ്നേഹമാണ്, എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും തുല്യമായി അംഗീകരിക്കുന്നു, ആശ്ലേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ദൈവവും നാമായിട്ടുള്ള ബന്ധത്തിൻ്റെ മധ്യത്തിൽ ഈ ഇടനിലക്കാരെ കൊണ്ടുവെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. യേശു വ്യക്തമായി പറഞ്ഞതാണ്, നിങ്ങൾ ദയവായി അപരാധം ചെയ്യരുത്, ഞാൻ നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കണം. പിന്നെ അതിനിടയിൽ കൊണ്ട് ഇടനിലക്കാരെ പുരോഹിതന്മാരെ ഒന്ന് തിരികെ ചേർത്തെങ്കിലേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ. ഇങ്ങനെയുള്ളൂ. പിന്നെ ദൈവം സത്യമാണ്, പക്ഷേ ദൈവത്തിൻ്റെ പേര് നാം പറയുന്നത് മുഴുവനും കള്ളമാണ്.
ഒട്ടുമുക്കാലും വീഴും കള്ളമാണ്. അത് സുവിശേഷങ്ങൾ അറിയാവുന്നവർ ഞാൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. ഇനിയും നാം ചരിത്രം അല്പം ഒന്ന് പരിശോധിച്ചാൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇൻ ഹിസ്റ്ററി ദോസ് ഹു സോട്ട് ആഫ്റ്റർ ട്രൂത്ത് വർ അക്യൂസ്ഡ് ഓഫ് എത്തീസം. ആരെങ്കിലും സത്യത്തെ ആത്മാർത്ഥമായി അംഗീകരിക്കാൻ ധൈര്യം കാട്ടിയിട്ടുണ്ടോ അവരെയെല്ലാം നിരീശ്വരവാദികളായിട്ടാണ് സഭ എക്കാലത്തും താറടിച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ചില ഉദാഹരണം, സഭ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ സമൂഹങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പല സംസ്കാരങ്ങളിലായി ചില പേര് ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അനക്സഗോറസ് എന്ന് പറയുന്ന ഗ്രീക്ക് ചിന്തകൻ, പിത്തഗോറസ് എന്ന് പറയുന്ന ചിന്തകൻ, നമുക്കറിയാവുന്ന സോക്രട്ടീസിനെ വിചാരണ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്ന 2 പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം നിരീശ്വരവാദിയാണ്. ഞങ്ങൾ അറിയുന്ന ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായ ദൈവസങ്കല്പം പറയുന്നവൻ നിരീശ്വരവാദിയാണ്, അവനെ കൊന്നെങ്കിലേ നമ്മുടെ പട്ടണത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സോക്രട്ടീസിനെ കൊന്നു കളഞ്ഞത് ദയവായി മനസ്സിലാക്കുക. വേണ്ട, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ പോലെയുള്ള ആളുകളും നിരീശ്വരവാദികളാണ് എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് അടിച്ചോടിക്കാനായി ശ്രമിച്ചു. അരിസ്റ്റോട്ടിൽ അവിടെ നിന്ന് ജീവൻ കൊണ്ട് ഓടിപ്പോയി. പിന്നെ സെനോഫൈൻസ് ആണെങ്കിലും സിസറോ ആണെങ്കിലും സെനേക്ക ആണെങ്കിലും ആബെലാഡ് ആണെങ്കിലും ഗലീലിയോ, കെപ്ലർ, ദെക്കാർ, ഡെയ്വ്നീസ്, ലോക്ക്, ജേക്കബ് ബോമ, BOHME, അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ബോമ എന്നാണ്, ജേക്കബ് ബോമ. അതായത് ജർമ്മനിയിലെ വളരെ സുപ്രസിദ്ധനായ ഒരു മിസ്റ്റിക് സ്പിരിച്വൽ പേഴ്സൺ. ഇമ്മാനുവൽ കാന്ത് ആണെങ്കിലും, ഫിഷ്ത് ആണെങ്കിലും, ഷെല്ലിംഗ് ആണെങ്കിലും, ഹെയ്ഗൽ ആണെങ്കിലും, ടോൾസ്റ്റോയ് ആണെങ്കിലും, വേണ്ട, നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ മഹാത്മാഗാന്ധി. ഗാന്ധിയെ കൊല്ലാനുള്ള കാര്യം എന്താണ്? ഗാന്ധി സത്യം പറഞ്ഞു, സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. അതിനകത്ത് ഏറ്റവും വിശേഷമായ കാര്യം, ഹിന്ദു മതം ദൈവത്തെ അറിയുന്നത് സത്യമായിട്ടാണ്, ഗോഡ് ഈസ് ട്രൂത്ത്. അപ്പൊ ഗാന്ധി ഹിന്ദു മതത്തിനൊരു വലിയ ശത്രുവാണ്, ഒരു അപകടമാണ് എന്ന് ഗോഡ്സെ തീരുമാനിക്കാൻ കാര്യം, അദ്ദേഹം അറിയാവുന്ന സത്യം അതുപോലെ വളച്ചൊടിക്കാതെ പറഞ്ഞു, അതിനുവേണ്ടി നിലകൊണ്ടു. അതുകൊണ്ട് സത്യത്തെ അന്വേഷിക്കുന്നവനെ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനെ കൊന്നാൽ മാത്രമേ ദൈവം സത്യമാണെന്ന് പറയുന്ന ഹിന്ദു മതത്തിൽ നിലനിൽപ്പുള്ളൂ. നമുക്കറിയാം യേശുവിൻ്റെ, ഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. അങ്ങനെയുള്ള ഗാന്ധിയെ കൊന്നാൽ മാത്രമേ സനാതന ധർമ്മത്തിന് പിടിച്ചു വയ്ക്കാനൊക്കത്തുള്ളൂ എന്ന് പറയുന്ന ഗോഡ്സെയാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും ആരാധ്യനായ നാഷണൽ ഹീറോ എന്ന് വരികയാണ്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ബെർട്രാൻഡ് റസ്സൽ എന്ന് പറയുന്ന ചിന്തകൻ, നമുക്ക് ഏറ്റവും എളുപ്പം വായിച്ച് മനസ്സിലാക്കാവുന്ന ഫിലോസഫേഴ്സിൽ അഗ്രഗണ്യനാണ് ബെർട്രാൻഡ് റസ്സൽ. ബാക്കിയുള്ളവരുടെയൊക്കെ ഫിലോസഫേഴ്സിൻ്റെ ഭാഷ പൊതുവെ കട്ടിയുള്ളതാണ്. എന്നാൽ ഫിലോസഫിയെ സാർവലൗകികമാക്കാനായി, പോപ്പുലറാക്കാനായിട്ട് ശ്രമിച്ച വ്യക്തികളിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള വ്യക്തിയാണ് ബെർട്രാൻഡ് റസ്സൽ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ അവർ നിരീശ്വരവാദികളുടെ ഇടയിൽ മാത്രമായിരിക്കും എന്ന് അദ്ദേഹം പറയും. ഇഫ് യു വോണ്ട് ടു സീ എ മാൻ ഓഫ് ഫെയ്ത്ത് യു വിൽ ഹാവ് ടു ലുക്ക് എമംഗ് എത്തീസ് ആൻഡ് ഹെററ്റിക്സ് എന്ന് അദ്ദേഹം പറയുന്നു. അത് വളരെ വളരെ അർത്ഥവത്താണ്. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, നമ്മുടെ മത എരിവ് കൊണ്ട് നാം ദൈവത്തിനെതിരെ കള്ളസാക്ഷ്യം പറയുന്നവരായി അധപ്പതിച്ചു പോയിരിക്കുന്നു. വാ തുറന്ന് സത്യം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടമായിരിക്കുന്നു. അസത്യത്തെ അള്ളിപ്പിടിക്കുകയും അതിന് വളം വെച്ചു കൊടുക്കുകയും അത് വിറ്റ് നടക്കുന്ന ആളുകളുടെ കൈമുത്തുകയും കാലുപിടിക്കുകയും ചെയ്യുന്ന ഈ ദുരവസ്ഥയിലാണ് നാം എന്ന് ദയവായി ഈ 2026 ആണ്ട് നോമ്പ് കാലത്തെങ്കിലും തിരിച്ചറിയാൻ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ ധൈര്യം കാണിക്കണമെന്ന് ഏവരോടും സ്നേഹത്തോടും വിനയത്തോടും ഞാൻ അപേക്ഷിച്ചു കൊള്ളുന്നു. ഇത് നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം. അവിടെ ദൈവം ഏറ്റവും ശക്തമായി വിമർശിക്കുന്നത് ദൈവത്തിൻ്റെ വക്താക്കളായി സ്വയം നിയമിച്ച് ദൈവത്തെ ഇയ്യോബിൽ നിന്ന് സംരക്ഷിക്കാനായി ഇറങ്ങിത്തിരിച്ച ഇയ്യോബിൻ്റെ എന്താണ് പറയുന്നത്, കൂട്ടുകാരും ദൈവത്തിൻ്റെ സംരക്ഷകരുമായ എലൈഹു, ബിൽദാദ് ആൻഡ് സോഫാർ. ഇംഗ്ലീഷ് പേരുകളാണ്, മലയാളത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. എലൈഹു, ബിൽദാദ് ആൻഡ് സോഫാർ എന്ന് പറയുന്ന 3 പേരാണ്. അവരെപ്പറ്റി ദൈവം എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ എന്നെ അറിയുന്നില്ല, നിങ്ങൾ എന്നൊക്കെ പറയുന്നു. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ, 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നു, അക്കാലത്ത് പലരും വന്ന്
കർത്താവെ കർത്താവെ ഇതിൻ്റെ താമസങ്ങൾ അത് ചെയ്ത് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ പേരും പറഞ്ഞ് അത്ഭുത പ്രവൃത്തിയൊക്കെ നടത്തി, മറുഭാഷയൊക്കെ കീച്ചി, പിന്നെ പ്രവചനമൊക്കെ നടത്തി, കാശൊക്കെ മേടിച്ച് കഴിയുന്നവരെ പറ്റി യേശു എന്താ പറഞ്ഞത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ എന്നെ പറ്റി അതുമൊക്കെ പറഞ്ഞു, എൻ്റെ പേരിൽ വലിയ നാടകമൊക്കെ നടത്തി, പക്ഷെ നീ ആരാടാ, നീ എവിടെ കിടന്നടാ എന്നാണ് ചോദിക്കുന്നത്. നീ ആരാ, എനിക്ക് ഇതിനൊക്കെ എന്താ മനസ്സിലാക്കുന്നില്ലല്ലോ തോമാച്ച, കറിയാച്ച, പാസ്റ്ററെ, സെൻട്രൽ പാസ്റ്ററെ, പിന്നെ ബാബ തിരുമേനി, കീബ തിരുമേനി, നിങ്ങൾ ആരാ, നിങ്ങൾ എവിടെ നിന്ന് വന്നു, എന്ത് സാധനമാണ് കർത്താവ് ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളിതാ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നുണ്ട്, അന്ത്യോക്യയുടെ സിംഹാസനത്തിന്റെ കീഴിൽ കിടന്നാൽ മാത്രമേ മലം പോകത്തുള്ളൂ എന്ന് പറയുന്ന മത ആവേശമുള്ള ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആന്തരികമായി കരഞ്ഞു പോവുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ, ദയവായി തിരിച്ചറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമാളിത്തരവും ഈ മണലാരണ്യത്തിലില്ലായിരുന്നു എന്നത് യേശുവിന് വളരെയധികം ആശ്വാസം പകർന്നു കാണും. പലരും എൻ്റെ ചെറുപ്പത്തിലൊക്കെ അയ്യോ യേശു മണലാരണ്യത്തിൽ പോയല്ലോ എന്നോർത്ത് ഞാൻ വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കതിനെപ്പറ്റി വലിയ ആശ്വാസമാണ്. അയ്യോ, നമ്മുടെ അവസ്ഥയെപ്പറ്റി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ആ മണലാരണ്യം എത്ര നല്ലതാണ് എന്ന് ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഉടനെ ഞാൻ അങ്ങോട്ട് എന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ സത്യമായിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ യേശുവിനൊരു ആശ്വാസം, അപ്പം അത് പ്രാപിക്കാനായിട്ടാണ് അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശു മരുഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യനിർമ്മിതമായ ഈ വലിയ വലിയ പ്രമാണങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ അതങ്ങ് നീട്ടി വലിച്ചു വെക്കും. ആളുകളെ കൊണ്ട് തത്വ ചൊല്ലിക്കുന്നതുപോലെ ചൊല്ലിക്കും. ഇത് ചൊല്ലിക്കുന്ന പുരോഹിതനോ ചൊല്ലുന്ന പുരുഷാരത്തിനോ ഇതെന്താ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, എന്തിനു വേണ്ടി പറയുന്നു, പറഞ്ഞാൽ എന്ത് ഗുണം കിട്ടും, പറഞ്ഞില്ലെങ്കിൽ എന്ത് ദോഷം കിട്ടും, ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലെന്നുള്ളതിനകത്തെ പച്ചപ്പരമാർത്ഥം. എന്നാലും അത് ആവർത്തിക്കുക എന്നത് കടമയാണ്. ആവർത്തിച്ചില്ലെങ്കിൽ പോയി, ആകാശം ഇടിഞ്ഞു വീഴും. അപ്പോ ഇങ്ങനെയുള്ള മനുഷ്യ സങ്കല്പങ്ങൾ, മനുഷ്യന്റെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്ന ചില താരിപ്പുകൾ, ചില കടമകൾ, ഇവയിൽ നിന്ന് തികച്ചും സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന അവസ്ഥയാണ് ഈ മരുഭൂമിയിലെ അവസ്ഥ എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവബോധം, ഗോഡ് അവയർനെസ് മനുഷ്യർക്ക് പ്രാപിപ്പാനും നിലനിർത്തുവാനും സാധ്യമാകുകയുള്ളൂ എന്ന വളരെ ശ്രദ്ധേയമായ ഒരു സൂചന ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സംഭവത്തിലുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് അപ്രകാരം യേശു ദൈവബോധത്തോടുകൂടെ ധ്യാനത്തിലിരുന്നപ്പോഴാണ് യഹൂദൻ അന്ന് വരെ ദൈവത്തെ പറഞ്ഞത് മുഴുവനും പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കുകയും ദൈവത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതും ജനങ്ങളെ അറിയിക്കേണ്ടതും ദൈവം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാണ്, സർവ മനുഷ്യജാതിയുടെയും സർവജനത്തിൻ്റെയും സ്വർഗസ്ഥനായ പിതാവാണ്. കാരണം യേശു ജനിച്ചപ്പോൾ അതിൻ്റെ എന്താണ് പറയുന്നത്, അതിൻ്റെ സാരം പരാമർശിച്ചുകൊണ്ട് മാലാഖമാരെന്താണ് പറഞ്ഞത്, സർവ്വജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ, ഞങ്ങളെന്ന് പറഞ്ഞാൽ സർവ്വജനവും, ഈ ലോകത്തിൽ മനുഷ്യരെന്ന് പറയുന്ന എല്ലാവരുടെയും സ്വർഗസ്ഥനായ പിതാവായി നിങ്ങൾ ദൈവത്തെ കാണണം. അതല്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ ദൈവം, ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ ദൈവം, ഞങ്ങളുടെ ചോൽപ്പടിയിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ്, ഞങ്ങളുടെ മെത്രാൻ്റെ നെൽത്തുമ്പിൽ കിടന്ന് നൃത്തം ചെയ്യുന്ന ക്ലീറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ വെറും പൊട്ടത്തരമാണ് പറയുന്നത്. ദൈവം സകല ജാതിയുടെയും സ്വർഗസ്ഥനായ പിതാവാണ് എന്ന ആശയം അംഗീകരിക്കാത്ത ഒരുത്തനും യേശുവിൽ പങ്കില്ല എന്നതാണ് എൻ്റെ സത്യം. അതുകൊണ്ട് യേശു അന്ന് വരെ യഹൂദൻ വെച്ചു പാലിച്ചിരുന്ന ദൈവസങ്കല്പത്തെ 100% തള്ളിക്കളഞ്ഞു എന്നത് വേദപുസ്തകം അല്പം ശ്രദ്ധയോടെ വായിക്കുന്നവർ മനസ്സിലാക്കും. വായിക്കാത്തത് കൊണ്ട് നാം യഹൂദന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ ഇപ്പോഴും നിൽക്കുന്നു, വല്ലപ്പോഴൊക്കെ യേശുവിൻ്റെ പേര് പറയുന്നു മാത്രമാണ്. അപ്പം അതുകൊണ്ട് യേശു ഈ ലോകത്തിന് നൽകിയ ഏറ്റവും ശ്രദ്ധേയമായ ആത്മീയ വിപ്ലവത്തിൻ്റെ ഹൃദയഭാഗം ദൈവത്തെ പറ്റിയുള്ള ഈ പുതിയ കാഴ്ചപ്പാടാണ്. അത് സ്വീകരിപ്പാൻ അവനിൽ വിശ്വസിക്കുന്നവർക്കും കടപ്പാടുണ്ട് എന്നത് ഈ നോമ്പ് കാലത്ത്, പ്രത്യേകിച്ച്
നാം തിരിച്ചറിയേണ്ടതും എക്കാലത്തും ഓർത്തിരിക്കേണ്ടതുമായ ഒരു ആത്മീയ അടിസ്ഥാന പ്രമാണമാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസിയാരാണ്? ദൈവത്തിൽ വിശ്വസിക്കുകയും വിശ്വാസത്തിൽ കൂടെ ദൈവത്തിൽ വസിക്കുകയും ചെയ്യുന്നവനാണ്. അങ്ങനെയാണ് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും. പക്ഷെ നാം ചോദിക്കേണ്ട ചോദ്യം, നാം അറിയാത്ത ദൈവത്തിൽ നാം എങ്ങനെയാണ് വസിക്കുന്നത്? ഹൗ ക്യാൻ വി അബൈഡ് ഇൻ എ ഗോഡ് ദാറ്റ് വി ഡു നോട്ട് നോ? നാം ഇതുവരെ ദൈവത്തെ പറ്റി വച്ചു പുലർത്തിയ സങ്കല്പങ്ങളെല്ലാം തന്നെ അസ്ഥാനത്താണ് എന്നിരിക്കെ നാം ആ ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നാവ് പുഴുത്തു പോകുന്ന കള്ളമല്ലയോ? അതിലെന്തെങ്കിലും അർത്ഥത്തിൻ്റെ കണികയുണ്ടോ? ദയവായി ചിന്തിക്കുക. നാം ഇങ്ങനെ ദൈവത്തെ പറ്റി തികച്ചും അപ്രസക്തമായ യാതൊരു സത്യവുമില്ലാത്ത സങ്കല്പങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറച്ചിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് യേശുവുമായി നമുക്ക് ആന്തരികമായൊരു ബന്ധമുണ്ടാകുക? നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ വിളി കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിച്ചാൽ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എന്തുകൊണ്ടാണ് ആ വാതിൽ തുറക്കാതെ കിടക്കുന്നത്? കാരണം ദൈവത്തെ പറ്റിയും ദൈവത്തിനെ പറ്റിയൊക്കെ നമുക്ക് പല പല സങ്കല്പങ്ങളുമുണ്ട്. ഈ സങ്കല്പത്തിൽ ഒന്നും ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല യേശുവിൻ്റേത്. ഇപ്പം ഒരു മെത്രാൻ്റെ വേഷത്തിൽ യേശു കടന്നു വന്നാൽ അന്നേരം സഭയുടെ എല്ലാ വാതിലും ഒന്നുപോലെ തുറക്കപ്പെടുമെന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനൊന്നും വേഷത്തിൻ്റെ കോമാളിത്തരം ധരിച്ചുകൊണ്ടായിരിക്കുകയില്ല കർത്താവ് നമ്മുടെ മുമ്പിൽ, നമ്മുടെ കൂടെ, നമ്മുടെ കൂട്ടായ്മയ്ക്കായി വരുന്നത് എന്നതുകൊണ്ട് ആരും അവനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മതബോധത്തിലും ആചാരങ്ങളിലും ഇടമില്ല. യേശു ജനിച്ചപ്പോൾ ബെത്ലഹേമിലെ സത്രത്തിൽ ഒരു നോട്ടീസ് ഒട്ടിച്ചല്ലോ, ഇവിടെ നിനക്ക് ഇടമില്ല. അതേ അവസ്ഥയാണ് ഇന്നും. അതുകൊണ്ട് വെളിയിൽ നിന്നുകൊണ്ട് ഇതാ സഭയുടെ വാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. 2000 വർഷം മുട്ടിയിട്ടും ആ വാതിൽ തുറക്കപ്പെടുന്നില്ല എന്ന വലിയൊരു ദുഃഖം, ഹൃദയം പൊട്ടിക്കുന്ന ദുഃഖം ആ വാക്കുകളിലുണ്ട്. ആരെങ്കിലും എൻ്റെ വാക്ക് കേട്ട് വാതിൽ തുറന്നാൽ, ആരെങ്കിലും, ഒരു വലിയ നിരാശ പോലെയാണ്. ആരെങ്കിലും ആലോചിച്ച് നോക്കണം. അതിൻ്റെ മർമ്മം എന്താണ് എന്നാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് യേശു മണലാരണ്യത്തിലേക്ക് പോയത് തൻ്റെ പിതാവായ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാനുള്ള, പിതാവിനോട് ഒന്നായിത്തീരുന്ന അവസ്ഥയിൽ പ്രവേശിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല അവസ്ഥ അന്വേഷിച്ച് പോയതാണ്. ആ അവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയുടെ പരാധീനത മനസ്സിലാക്കുക. ഇതിൽ കാലാകാലങ്ങളായി മനുഷ്യൻ അവൻ്റെ ചെറിയ ചെറിയ ബുദ്ധിയിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ സൗകര്യാർത്ഥം അടുക്കിപ്പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മുൻവിധികളുടെ കൂമ്പാരത്തിൽ നാമം പെട്ട് കിടക്കുകയാണ്. അത് നമ്മുടെ ഉള്ളിൽ വലിയ ചപ്പും ചവറുമായി നിൽക്കുന്നത് കൊണ്ട് ദൈവികമായ ഒരു ബോധവും നമ്മുടെ ഉള്ളിൽ ഉദിക്കുവാനോ പ്രവേശിക്കുവാനോ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ ഉറഞ്ഞ് കട്ടിപിടിച്ച് കിടക്കുകയാണ്. അവിടെയാണ് യേശു പറയുന്നത്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ വിളി കേട്ട് വാതിൽ തുറന്നാൽ. ഈ മുൻവിധികൾ കൊണ്ട് ഉള്ളു നിറച്ചിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൻ്റെ വാതിൽ തുറക്കുന്നത് എന്ന ഒരു വലിയ പ്രശ്നം ഈ നോമ്പ് കാലത്ത് 2026 ആണ്ടിൽ നമ്മെ തുറച്ചു നോക്കുന്നുണ്ട്. അതിനു നേരെ കണ്ണടയ്ക്കാതെ ആ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകുകയും അത് മനസ്സിലാക്കുന്നത് കൊണ്ട് നാം നിർബന്ധമായി ആർജിക്കേണ്ട ചില തിരുത്തലുകൾ, ആത്മീയമായ സ്വാതന്ത്ര്യത്തിൻ്റെ മർമ്മങ്ങൾ, അത് തിരിച്ചറിയുവാനും പ്രാപിപ്പാനും നിലനിർത്തുവാനും നമുക്കിടയാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ സ്നേഹാദരവുകൾ.